ഈ ട്രോജൻ കുതിരയുടെ കഥ കേട്ടിട്ടില്ലേ? ഏകദേശം അതുപോലെ മൃഗങ്ങളുടെ പുറത്ത് ചാക്കുകളിൽ കെട്ടി അവരുടെ പടയാളികളെ ഈ നഗരത്തിനുള്ളിലേക്ക് ഒളിപ്പിച്ച് കടത്തിയിട്ടാണ് ഇവർ ഈ നഗരം കീഴടക്കിയതെന്നാണ് ചരിത്രം പറയുന്നത്. ഇവിടെ ഈ സദാചാര പോലീസ് കളിക്കാനോ അങ്ങനെയൊന്നും ആരും ഉണ്ടാവില്ല. രണ്ട് വ്യക്തികൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വകാര്യതയിൽ കൈ കടത്തുവാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ടെലവീവ് നഗരത്തിന്റെ ഭാഗവും 3800 വർഷത്തിലധികം പഴക്കവുമുള്ള ലോകത്തിലെ തന്നെ ആദ്യത്തെ തുറമുഖ നഗരത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിന്റെ ആദ്യത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ധാരാളം ചരിത്ര സംഭവങ്ങൾ നടന്ന ഒരു മണ്ണാണിത്. അതുപോലെ തന്നെ ധാരാളം ചരിത്ര പുരുഷന്മാരുടെ കാൽപാദങ്ങൾ പതിഞ്ഞ ഒരു സ്ഥലവും കൂടിയാണ്. ക്രിസ്തുവിന്റെ പ്രഥമ ശിഷ്യനായ സെന്റ് പീറ്റർ, അതായത് വിശുദ്ധ പത്രോസ് ഇവിടെ സുവിശേഷ വേലകൾക്കായി വരികയും ഇവിടെ താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം പ്രദേശങ്ങളൊക്കെ കാണുവാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും എൻ്റെ കൂടെ സ്വാഗതം. നമുക്ക് ഇവിടുത്തെ ഈ ഒരു ഭാഗമൊക്കെ കണ്ടാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേച്ച് നിർത്തിയിരിക്കുകയാണ്. ഈ കല്ലുകളൊക്കെ കണ്ടാൽ ഇല്ലെങ്കിൽ ആ ഒരു ആ ഒരു മിനാരം, ആ ഗോപുരമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരല്പം പഴക്കം പോലെ തോന്നുന്നുണ്ട്. അല്പം നല്ല രീതിയിൽ തന്നെ പഴക്കം തോന്നുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പണ്ട് കാലങ്ങൾക്ക് മുമ്പ്, ഏകദേശം 2000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നൊരു കെട്ടിടമാണെന്നാണ് പറയുന്നത് ഈ നിർമ്മിതി. ഇത് സൈമൺ താന്നർ എന്ന് പറയുന്ന ഒരാളുടെ ഭവനമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, പഴയൊരു ഫോട്ടോയൊക്കെ. അപ്പോൾ സൈമൺ താന്നർ എന്ന് പറയുന്ന ഇയാളുടെ ഭവനത്തിലാണ് പത്രോസ്ലീഹ ഇവിടെ വന്നപ്പോൾ. നമുക്കറിയാമല്ലോ, പത്രോസ്ലീഹ അല്ലെങ്കിൽ യേശുവിൻ്റെ കഥകളൊക്കെ അറിയാവുന്നവർക്കറിയാം, ജെറുസലേം കേന്ദ്രമായിട്ടാണ് അവരുടെ ജീവിതം പോയിരുന്നത്. അപ്പോൾ യേശുവിൻ്റെ മരണത്തിന് ശേഷം ഈ പറഞ്ഞ ശിഷ്യന്മാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോയി. അങ്ങനെ പത്രോസ്ലീഹയായിരുന്നു ഇങ്ങോട്ട് വന്നത്. അങ്ങനെ അദ്ദേഹം താമസിച്ചൊരു ആയിരുന്നു ഇതെന്നാണ് പറയുന്നത്. അപ്പോൾ പെട്ടെന്നൊന്നും പിടികിട്ടുകയില്ലാത്ത രീതിയിൽ പല പല നിർമ്മിതികൾ ഇവിടെയുണ്ട്. കണ്ടാലറിയാം, വളരെ മനോഹരമായിട്ടാണ് ഇവയെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. കാലങ്ങൾക്ക് മുമ്പ് ഇത്ര ദീർഘവീക്ഷണത്തോടെ നിർമ്മിച്ചതാണെന്ന് കണ്ടാൽ പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇപ്പം ധാരാളം വിനോദസഞ്ചാരികളെ നമുക്കിവിടെ കാണാം. അപ്പോൾ ഈ നഗരത്തിൻ്റെ പഴക്കം എന്ന് പറഞ്ഞാൽ, ഒരു നഗരത്തിൻ്റെ പഴക്കമൊക്കെ കണ്ടെത്തുന്നത് കാലങ്ങൾക്ക് മുമ്പ് ഉള്ള എഴുത്തുകളിലൊക്കെയുള്ള പരാമർശം വെച്ചിട്ടൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഇവിടെ നിന്ന് കിട്ടുന്ന പുരാവസ്തുക്കളിലൊക്കെ പഴക്കം നിർണയിച്ചിട്ടായിരിക്കും ഒരു സ്ഥലത്തിൻ്റെ, ഒരു നഗരത്തിൻ്റെ ഒക്കെ പഴക്കം നമ്മൾ അനുമാനത്തിലെത്തുക, എത്ര പഴയതാണെന്ന്. അപ്പോൾ അങ്ങനെ കിട്ടിയ എഴുത്തുകളിലൊക്കെയുള്ള പരാമർശവും അതേപോലെ കിട്ടിയ പഴയ പുരാവസ്തുക്കളിൽ നിന്നുള്ള പഴക്കവും ഒക്കെ വെച്ചിട്ടാണ് ഇത് ഏകദേശം ഒരു 3800-ഓളം വർഷം പഴക്കമുള്ള ഒരു നഗരമാണെന്ന് ഉള്ള അനുമാനത്തിലെത്തിയത്. ഇങ്ങനെ ധാരാളം ഇടനാഴികളും വഴികളും ഒക്കെ ഇതിലൂടെ കാണാം. ഇത് ഏറ്റവും താഴത്തേക്ക് പോകുന്ന വഴിയാണിത്. അപ്പോൾ ഒന്ന് താഴെ ഇറങ്ങിയിട്ട് അതിലൂടെ ജസ്റ്റ് ഒന്ന് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇത്രയും ഉയരങ്ങളിലുള്ള ഈ നിർമ്മിതികളൊക്കെ ശരിക്കും ഒരു 3000 വർഷം മുമ്പ് പണിതു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതൊരു ഭയങ്കര അത്ഭുതം തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ഉള്ളത് ഇവിടുത്തെ ജാഫ പോർട്ടിലേക്കാണ്. ധാരാളം ആളുകളെ നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഒരു എന്താ പറയുക, ഇവിടെ ഏതെങ്കിലും ഒരു ദിവസം, ഒരു വീക്കെൻഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസമോ അവധി ദിവസങ്ങളിലോ ഒന്നും അല്ല ഇവിടെ ഇതേപോലെ ആളുകളുണ്ടാവുക. ധാരാളം ആളുകൾ എല്ലാ ദിവസങ്ങളിലും ഇവിടെ വരാറുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു നഗരം എല്ലാ മതക്കാർക്കെന്ന് പറഞ്ഞാൽ ക്രിസ്തു മതത്തിനാണെങ്കിലും ഇസ്ലാം മതത്തിനാണെങ്കിലും ജൂത മതത്തിനാണെങ്കിലും വളരെയധികം പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ്.
അവർ പല അധിനിവേശങ്ങളിലൂടെ കടന്നുപോയ ഒരു നഗരമാണ് ഈ ജാഫ എന്ന് പറയുന്ന നഗരം. അപ്പോൾ അവരുടെ എല്ലാം ആരാധനാലയങ്ങൾ ഈ ഒരു പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ തകർക്കപ്പെടാതെ പഴയ നിർമ്മിതികളൊക്കെ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ മതസ്ഥരെയും തന്നെ ആകർഷിക്കുന്ന ഒരു സ്ഥലമായിട്ട് ഇത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം, ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഇതൊക്കെ ഒരല്പം പുതിയതാണെങ്കിൽ പോലും ഇതായിരുന്നു പോർട്ട്. ഇത് ആധുനീകരിച്ചതാണ്. അത് സ്വാഭാവികമായിട്ട് അതങ്ങനെ സംഭവിക്കാമല്ലോ. ഇപ്പം നമ്മൾ ഇറങ്ങി വന്ന കെട്ടിടമാണിത്. ഒരു എന്താ പറയുക, ഒരു അടുക്കടുക്കുകളായിട്ടുള്ള കെട്ടിടം ഒരു വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ വളരെ കാലങ്ങളോളം ഇവിടെ ഭരിച്ചിരുന്നത് മുസ്ലിം ഭരണാധികാരികളായിരുന്നു. ഈ ക്രിസ്തുവിൻ്റെ കഥകൾ, ബൈബിൾ കഥകളൊക്കെ അറിയാവുന്നവർക്കറിയാം, ഒരു ഫിലിസ്ത്യർ എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ജനത, ഇസ്രായേലിയർക്ക് കീഴടക്കാൻ വേണ്ടിയിട്ട് കഴിയാതിരുന്ന ഒരു ജനത ഉണ്ടായിരുന്നത്, വളരെ ശക്തരായ ജനക്കൂട്ടം. അപ്പോൾ ഞാൻ പല കഥകളിലും വായിച്ചിട്ടുണ്ട് ഫിലിസ്തർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തരാണെന്ന്. പക്ഷെ ഞാനിവിടെ വന്നപ്പോഴാണ് ഇത് കാണുന്നത്. ഇത് വളരെ ചെറിയൊരു, നമുക്കങ്ങനെ അത്ര വലിയൊരു സംഭവമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ചെറിയൊരു താരതമ്യേന ചെറിയൊരു സ്ഥലം. ഇതൊരു രാജ്യമായിട്ട് തന്നെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ എന്താ പറയുക, ഇവരെ കീഴടക്കുക എന്ന് പറഞ്ഞ് ഇവരുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഇവരുടെ കിടപ്പുകളൊക്കെ കൊണ്ടായിരിക്കാം ഇവരെ കീഴടക്കാൻ വേണ്ടിയിട്ട് പറ്റാതിരുന്നതൊക്കെ. പിന്നീട് ഈജിപ്തിൽ നിന്ന് വന്ന ഈജിപ്ഷ്യൻ ചക്രവർത്തിയൊക്കെയാണ് ഇവരെ കീഴടക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അതും ഒരു വലിയ കഥ തന്നെയാണ്. ഈ ട്രോജൻ കുതിരയുടെ കഥ കേട്ടിട്ടില്ലേ? ഏകദേശം അതുപോലെ മൃഗങ്ങളുടെ പുറത്ത് ചാക്കുകളിൽ കെട്ടി അവരുടെ പടയാളികളെ ഈ നഗരത്തിനുള്ളിലേക്ക് ഒളിപ്പിച്ച് കടത്തിയിട്ടാണ് ഇവർ ഈ നഗരം കീഴടക്കിയതെന്നാണ് ചരിത്രം പറയുന്നത്. ഈ ട്രോജൻ കുതിരയുടെ കഥകൾ നടക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ടാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അപ്പോൾ ഈ നഗരത്തിലേക്ക് കാഴ്ചദ്രവ്യങ്ങളായിട്ട് സാധനങ്ങൾ കൊടുത്തുവിടുക, അങ്ങനെ പണ്ട് കാലങ്ങളിൽ അങ്ങനെ ഒരു പതിവുണ്ടായിരുന്നു. ഈ കാഴ്ചദ്രവ്യങ്ങൾ കൊടുക്കുക, കപ്പം കൊടുക്കുക എന്നുള്ള രീതിയിലുള്ള പല ആചാരങ്ങൾ നിന്നിരുന്നു. അങ്ങനെ കാഴ്ചദ്രവ്യങ്ങളായിട്ട് കൊടുത്ത സാധനങ്ങളുടെ ഇടയിലാണ് ഈ ചാക്കിനകത്ത് പടയാളികളെ കെട്ടി ഇവരുടെ ഈ കോട്ടയ്ക്കകത്തേക്ക് ഈജിപ്ഷ്യൻ ചക്രവർത്തി അവരുടെ പടത്തലവൻ ആളുകളെ ഇങ്ങോട്ട് പടയാളികളെ ഇറക്കിയത്. അങ്ങനെ അവരുടെ നീക്കത്തിലൂടെയാണ് ഈ നഗരം അവരുടെ കാൽക്കീഴിൽ ഒതുങ്ങിയത്. ഈ നിർമ്മിതികളൊക്കെ കണ്ടാൽ ഈ പറഞ്ഞ വർഷങ്ങളുടെ പഴക്കമുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും. തികച്ചും പുതുമയുള്ളതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു പഴക്കം അങ്ങനെ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത രീതിയിലുള്ള നിർമ്മിതികളും സംഗതികളും ഒക്കെയാണ്. ഒരുപക്ഷെ ഇത് ഇവർ പലതവണയായിട്ട് പുതുക്കി പണിയുകയും മെയിൻ്റനൻസ് വർക്ക് ചെയ്തതിൻ്റെയൊക്കെ ഫലമായിട്ടായിരിക്കാം. അപ്പോൾ ഈ പ്രദേശത്തിന് ജാഫ എന്ന് പേര് വരാൻ വേണ്ടിയിട്ട് ചില കഥകൾ പറയുന്നുണ്ട്. അപ്പോൾ അതിലൊന്നാണ് നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഈ പണ്ട് ജനതയുടെ ദുഷ്പ്രവർത്തികൾ മൂലം വലിയ വെള്ളപ്പൊക്കമുണ്ടായതും. അപ്പോൾ നോഹ എന്ന് പറയുന്ന മനുഷ്യൻ, നല്ലവനായ ഒരു മനുഷ്യൻ ഒരു വലിയ പെട്ടകമുണ്ടാക്കിയിട്ട് ഓരോ മൃഗങ്ങളെയൊക്കെ അതിനകത്ത് കയറ്റി ഇങ്ങനെ അവരതിനകത്ത് കയറി ഇരുന്നു. 40 രാവും 40 പകലും മഴ പെയ്തു, ഭയങ്കര വെള്ളമായിരുന്നു. എന്നിട്ടൊരു കുന്നിൻ്റെ മുകളിൽ അവരുടെ പെട്ടകം ഉറച്ചെന്നൊക്കെയുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ കഥകൾ, ഇതിനകത്തുള്ള ഈ നോഹ എന്ന് പറയുന്ന വ്യക്തിയുടെ മകൻ ഇവിടെ വന്ന് താമസിക്കുകയും എന്നിട്ട് ആ മകൻ്റെ പേര് ഈ നഗരത്തിന് വരികയും ചെയ്തു എന്നാണ് ഒരു ചരിത്രം പറയുന്നത്. അപ്പോൾ ഈ നോഹയുടെ മകൻ്റെ പേര് യാഫത്ത് എന്നായിരുന്നു. അപ്പോൾ ആ പേര്
ഇവിടെ ആ പേര് ക്രമേണ ഇവിടെ വരികയും ഇവിടെ ഇതാവുകയും അത് ലോപിച്ച് യാഫോ എന്ന പേരാവുകയും ചെയ്തെന്നാണ് ഒരു കഥ. അപ്പോൾ ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ വളരെയധികം എന്താണ് സൈനിക മുന്നേറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു മണ്ണാണ്. വളരെയധികം വലിയ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി, അതേപോലെ തന്നെ നെപ്പോളിയൻ, അങ്ങനെ വലിയ പടനായകന്മാർ, നേതാക്കന്മാർ ഇവിടെ പടകളുമായിട്ട് വരികയും ഇവിടെ കീഴടക്കവും ഒക്കെ ചെയ്തതായിട്ട് ചരിത്രത്തെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ പറഞ്ഞിരുന്നല്ലോ, ഈ ഫിലിസ്തീർ എന്ന് പറഞ്ഞാൽ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ഫിലിസ്തീർ വളരെ ശക്തരായിരുന്നു. അപ്പോൾ ഈ ഫിലിസ്തീർക്ക് മുമ്പ് ഏകദേശം ഒരു ക്രിസ്തുവിന് 800 വർഷം മുമ്പ് വരെ ഞാൻ ഈ പറഞ്ഞ ട്രോജൻ കുതിരയുടെ ചരിത്രം, ഈ ചാക്കിനകത്ത് പടയാളികളെ വിട്ടിട്ട് കീഴടക്കിയ ഈജിപ്ഷ്യൻ സൈന്യമായിരുന്നു ഇവിടെ, ഈജിപ്ഷ്യൻ രാജാവായിരുന്നു ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം പല രാജാക്കന്മാർ പലതവണ ഇവിടെ മാറി ഭരിച്ചുപോയി. പിന്നീട് പല ആളുകൾ ഇവിടെ വന്നു, ഫിനീഷ്യർ, അങ്ങനെ പല ജനതകൾ ഇവിടെ വന്ന് ഭരിച്ചു. പിന്നീട് ഒരു 1500 വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യൻ രാജാക്കന്മാർ ഇങ്ങോട്ട് വരികയും അറബ് ജനത ഇവിടെ താമസമാക്കുകയും ചെയ്തു. ഇവിടെ ധാരാളം ഇപ്പം നമുക്ക് ചരിത്രത്തിൽ നോക്കിയപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും, ഇവിടെ ഉണ്ടായിരുന്ന ഭൂരിഭാഗം ജനതയും അറബ് ജനതയായിരുന്നു. അപ്പോൾ ഈ അറബ് ജനത ഉണ്ടായിരുന്നെങ്കിൽ പോലും പല രാജ്യങ്ങൾ ഇവരെ വീണ്ടും ആക്രമിക്കുകയും കീഴടക്കുകയും ഇവിടെ നടന്ന പ്രധാന യുദ്ധങ്ങളിലൊന്നാണ് കുരിശ് യുദ്ധം. അതിനും ഈ ഒരു പ്രദേശം വേദിയായിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കാലങ്ങൾ പഴക്കമുള്ള ഒരു പള്ളിയാണ് നമ്മൾ ഈ കാണുന്നത്. ധാരാളം ആളുകളെ സമയസന്ധ്യയായി, ഏകദേശം 7:30-8 മണിയാകാനായി കാണും, ഏകദേശം 8 മണിയായി കാണും. പക്ഷെ എന്നാലും ധാരാളം ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ ധാരാളം ബീച്ചുകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെയധികം ടൂറിസ്റ്റുകൾ വരുന്നൊരു മേഖലയാണ്. അപ്പോൾ അവരെ ഈ ബീച്ചുകളിൽ ഉല്ലസിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇവിടുത്തെ ചരിത്രങ്ങൾ കൂടെ അറിയുക എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ ഓരോ നിർമ്മിതികളും ഇവർ സംരക്ഷിച്ചു പോരുന്നത്. ഇതൊരു വലിയ പള്ളിയാണ്, യാഫോ പള്ളി എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് നമ്മുടെ മലയാളികൾക്കിടയിൽ. അപ്പം ധാരാളം മലയാളികൾ വെള്ളിയാഴ്ചകളിലോ ഞായറാഴ്ചകളിലോ ഒക്കെ ആയിട്ട് ഇവിടെ കുർബാനയ്ക്ക് വരാറുണ്ട്. സ്ഥിരം ആരാധന നടക്കുന്ന ഒരു പള്ളിയാണിത്. ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ്. ഒരു സൈഡിൽ ടെലവീവ്, ആധുനിക ടെലവീവ് നഗരം, പിന്നെ അതേപോലെ തന്നെ അവിടെ മുതൽ ഇങ്ങനെ ഇതിനെ ചുറ്റിയിട്ട് ഇതിൻ്റെ ഒരു പരിസരം മൊത്തം തന്നെ കടലിൻ്റെ സാന്നിധ്യം ഒക്കെ കൂടിയിട്ടൊരു നമ്മുടെ നയനാനന്ദകരമായ ഒരു കാഴ്ച എന്നൊക്കെ പറയുന്നൊരു അനുഭൂതിയാണ് ഇവിടെ ഉള്ളത്. ഇപ്പം നമുക്കിവിടുന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റും കടലും അതേപോലെ തന്നെ ആധുനിക ടെലവീവ് നഗരവും ഇങ്ങനെ നീണ്ടു പരന്ന് കിടക്കുന്നത്. ഇവിടുത്തെ പൈതൃകങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കണ്ടാൽ തിരിയും, ഇത് കണ്ടില്ലേ, ധാരാളം വണ്ടികളൊക്കെ ഇതിലൂടെ പോകുന്നു. പെട്ടെന്ന് ആളുകൾക്ക് പെട്ടെന്ന് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് കഴിയുന്ന രീതിയിൽ കൂടെ ഇത് പുനർനിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ പാർക്കിങ്ങുകളൊക്കെ ഒരുക്കി ആളുകൾക്ക് എളുപ്പത്തിൽ ഇവിടെ സന്ദർശിച്ചിട്ട് പോരാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിൽ. ഒരുപക്ഷെ ഇവിടുത്തെ ടൂറിസം വളരുക എന്നുള്ളതിനകത്ത് അതിൻ്റെ സ്ട്രക്ചർ ഇല്ലെങ്കിൽ അവിടുത്തെ ഒരു പരിസര പ്രദേശങ്ങളിലെ വികസനം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇവിടെ വണ്ടികൾ വരുവാനും പാർക്ക് ചെയ്യാനും ഒക്കെ ധാരാളം സൗകര്യങ്ങൾ ഇവിടെ ചെയ്തു കൊടുത്തിരിക്കുകയാണ്. അതുപോലെ ആളുകൾക്ക് ഇരുന്ന് വിശ്രമിക്കാനും ഒക്കെ ആയിട്ട്. ഇപ്പോൾ ഇവിടെ ധാരാളം കമിതാക്കളും അങ്ങനെയുള്ള ആളുകൾ, ഒരു കൂട്ടങ്ങളും ഒക്കെ ആയിട്ട് ധാരാളം ആളുകൾ, ഒരു വിദേശികളൊക്കെ ആണെങ്കിൽ പോലും വളരെയധികം ആളുകൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാലൊരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സദാചാര പോലീസ് കളിക്കാനോ അങ്ങനെയൊന്നും ആരും ഉണ്ടാവില്ല. ഇപ്പോൾ 2 വ്യക്തികൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വകാര്യതയിൽ കൈ കടത്തുവാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ്.